ഓക്കെ, ലിപ്പിഡിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ലെസൺ നിർത്തിയപ്പോൾ ഒരു 3 പോയിന്റ് മിസ്സായിപ്പോയി. അപ്പം അത് പറഞ്ഞിട്ട് നമ്മൾ ലിപ്പിഡിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ 10, 11, 12 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇതിൽ 10ഉം അതുപോലെ തന്നെ 12ഉം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പം സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഫംഗ്ഷനും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനും നമ്മൾ ഓൾറെഡി മറ്റേതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് സ്പെഷ്യലായിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. ഈ ഒരു ഫംഗ്ഷൻ 10ാമത്തെ ഫംഗ്ഷനായിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ റോളാണ്. ഓക്കെ, അത് ബയോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സോ ദേ ആർ ഗ്രൂപ്പ് ഓഫ് ലിപ്പിഡ്സ്. ഒരു ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ, ലിപ്പിഡ് ക്ലാസിഫിക്കേഷൻ്റെ കാറ്റഗറിയിൽ ഡിറൈവ്ഡ് ലിപ്പിഡിൽ വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത്. അപ്പം ദേ ആർ ഗ്രൂപ്പ് ഓഫ് ലിപ്പിഡ്സ് ദാറ്റ് കൺട്രോൾ ദി ലോക്കൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഇൻഫ്ലമേഷൻ, ബ്ലഡ് ഫ്ലോ, ബ്ലഡ് ക്ലോട്ട്, റീപ്രൊഡക്ഷൻ. that means it will be inducing the labor. നമ്മൾ അറിയാം, നമുക്ക് ഓക്സിറ്റോസിൻ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനിൽ വെക്കുന്നതാണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ, റിലാക്സേഷൻ എന്ന് പറയുന്നത് ഓക്സിറ്റോസിനിൽ റോള് വഹിക്കുന്നത് പോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ വഹിക്കുന്നുണ്ട്. അപ്പം പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നുള്ള കേസിൽ നിങ്ങൾ എൻട്രൻസ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് ഓർക്കേണ്ട ഒരു സംഗതിയാണ്, ലോക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നതും പ്രോസ്റ്റാഗ്ലാൻഡിനാണ്. ഓക്കെ, ലോക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഒരു ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിനെ പറയണം. പ്രോസ്റ്റാഗ്ലാൻഡ് എന്നുള്ള പേര് വരാൻ കാരണം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ് അത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്നുള്ളതാണ്. പ്രോസ്റ്റേറ്റ് മെയിൽസിന്റെ കേസിൽ നമുക്കറിയാം ഒരു ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിലാണ് ഫസ്റ്റ് അത് ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ടാണ് അതിന് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന പേര് വന്നത്. പക്ഷെ അതേസമയം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മാത്രമല്ല ഇത് സെക്രീറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ റീജിയൻസും ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ലോക്കൽ ഹോർമോൺ എന്നുള്ള പേര് വന്നതും. അപ്പം ഇത് ഒരു ബയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിപ്പിഡാണ്. അതിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 10ാമത്തെ ഫംഗ്ഷനായിട്ട് ഇതിനൊന്ന് കൗണ്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ നേരെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ്. സോ ക്ലാസിഫിക്കേഷൻ പാർട്ടാണ് അത്. പാർട്ട് 1 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനിലെ ഇൻട്രൊഡക്ടറി ലെസൺ ആയിട്ട് നമ്മൾ പറയുന്നത് ജനറൽ ഔട്ട്ലൈൻ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. എങ്ങനെയാണ് ലിപ്പിഡിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ സിലബസുമായിട്ട് ഒരു കോയിൻസൈഡ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അല്ലാത്ത ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും, പക്ഷെ നമ്മൾ നിങ്ങളുടെ സിലബസിനെ കവർ ചെയ്യുന്ന തരത്തിലാണ് പോകുന്നത്. ഓക്കെ, അപ്പം 1943 ബ്ലൂർ തന്നെയാണ് ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? സിമ്പിൾ ലിപ്പിഡ് ഉണ്ട്, കോംപ്ലക്സ് ലിപ്പിഡ് ഉണ്ട്, ഡിറൈവ്ഡ് ലിപ്പിഡ് ഉണ്ട്, മിസ്സെല്ലേനിയസ് ലിപ്പിഡ് ഉണ്ട്. ഇതൊന്നും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത, അതേസമയം ഹൈഡ്രോഫോബിക് നേച്ചറുള്ള ഹൈഡ്രോ കാർബൺ ചെയിന് അത് ഉൾപ്പെടുന്നതാണ് മിസ്സെല്ലേനിയസ് ലിപ്പിഡ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തേ ഉണ്ടാവുള്ളൂ? ലിപ്പിഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൽ ഉണ്ടാവേണ്ടത് എന്താണോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽക്കഹോൾ കമ്പോണന്റ് ഉണ്ടാവണം, അതുപോലെ ഫാറ്റി ആസിഡ് കമ്പോണന്റ് ഉണ്ടാവണം. നോർമലി സിമ്പിൾ ലിപ്പിഡിൽ എന്തുണ്ടാവും? ഒരു പോളിഹൈഡ്രോക്സി ആൽക്കഹോളോ അല്ലെങ്കിൽ മോണോഹൈഡ്രോക്സി ആൽക്കഹോളോ ഉണ്ടാവും. ഒരു OH മാത്രമുള്ളതിനെയാണ് നമ്മൾ മോണോഹൈഡ്രോക്സി എന്ന് പറയുന്നത്. ഇത് വാക്സസിന്റെ കേസിലാണ് ഇങ്ങനെ ഉണ്ടാവുക. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ പോളിഹൈഡ്രോക്സി എന്ന് പറയുക. ഇത് ഫാറ്റിന്റെ കേസിൽ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സിന്റെ ഫാറ്റ്, അതായത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലുള്ളതാണ്. ഓയിലും ഫാറ്റിലുമാണ് പോളിഹൈഡ്രോക്സി ഉണ്ടാവുക. പോളിഹൈഡ്രോക്സി എക്സാമ്പിൾ ആണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഓക്കെ, മോണോഹൈഡ്രോക്സിക്ക് എക്സാമ്പിൾ ആണ് മേരിസൈൽ എന്ന് പറയുന്നത്. മേരിസൈൽ ആൽക്കഹോൾ. അപ്പം ഈ ഒരു കമ്പോണന്റ് പ്ലസ് ഫാറ്റി ആസിഡ്, ഇതാണ് സിമ്പിൾ ലിപ്പിഡ്. അതായത് ലിപ്പിഡിന് ആവശ്യം എന്താണോ അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള മോളിക്യൂളിനെയാണ് നമ്മൾ സിമ്പിൾ ലിപ്പിഡ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി ആ ഒരു കമ്പോണന്റിലേക്ക് ഏതെങ്കിലും എക്സ്ട്രാ കെമിക്കൽ ഫോംസ് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന കമ്പോണന്റിന് പുറത്തേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ഫോസ്ഫോലിപ്പിഡ്. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് ലിപ്പിഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഫോസ്ഫോലിപ്പിഡ്. അപ്പൊ ഫോസ്ഫോലിപ്പിഡിൽ എന്താ ഉള്ളത്? ആൽക്കഹോൾ ഉണ്ട്, ഫാറ്റി ആസിഡ് ഉണ്ട്, പ്ലസ് അതിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേരും. അത്രേ ഉള്ളൂ. നോർമലി സിമ്പിൾ എന്തേ ഉണ്ടാവുള്ളൂ? ആൽക്കഹോൾ പ്ലസ് ഫാറ്റി ആസിഡേ ഉണ്ടാവുള്ളൂ. അപ്പം അതിൽ നിന്ന് എക്സ്ട്രാ ഒരു കമ്പോണന്റ് ആഡ് ചെയ്യുമ്പോൾ അത് കോംപ്ലക്സ് ആയി അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്നും വിളിക്കാൻ പറ്റും.
ഇനി ഇങ്ങനെയുള്ള മോളിക്യൂളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന കെമിക്കലി ഫോം ചെയ്യുന്ന കെമിക്കൽ കൺവേർഷൻ വഴി ഉണ്ടാകുന്ന ലിപ്പിഡ് മോളിക്യൂളിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ കൊളസ്റ്റിറോൾ എന്ന് പറയുന്ന ഒരു ലിപ്പിഡിന് നിങ്ങൾ ഈ പറയുന്ന ഒരു ആൽക്കഹോൾ ഫാറ്റി ആസിഡ് കോമ്പിനേഷൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ആ മോളിക്യൂളിൽ നിന്നാണ് കൊളസ്ട്രോൾ ഉണ്ടായേക്കുന്നത്. നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് കൂടുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പം അങ്ങനെ ഉണ്ടായതാണ്. അതായത് ആ മോളിക്യൂളിൽ നിന്നാണ്, ഫാറ്റിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തെടുത്തേക്കുന്നത്. ഹൈഡ്രോഫോബിക് നേച്ചർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് വിളിക്കുക. അപ്പോൾ കെമിക്കലി സിന്തസൈസ്ഡ് ആണ്, പക്ഷെ അതിന്റെ പ്രിക്കേഴ്സർ ആരാണ്? നോർമൽ സിമ്പിൾ ലിപ്പിഡ്സ് ആണ് അതിന്റെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലിപ്പിഡ് മോളിക്യൂളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് വിളിക്കാം. നൗ മിസലേനിയസ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് പല ലിപ്പിഡ് മോളിക്യൂൾസ് ഉണ്ട് വിച്ച് ഈസ് ഹാവിങ് ദ റോൾ and which is having a hydrophobic nature. നമുക്ക് ഒരു ജനറൽ ഔട്ട്ലൈൻ ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കുക. നിങ്ങൾ സിമ്പിൾ ലിപ്പിഡിന് എക്സാമ്പിൾ ആയിട്ട് രണ്ട് ആൾക്കാരുള്ളത്, ഫാറ്റ് ആൻഡ് ഓയിലും വാക്സും. ഫാറ്റും ഓയിലും സെയിം തന്നെയാണ്. എന്താ വ്യത്യാസം? റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിൽ നിൽക്കുകയാണെങ്കിൽ അതെന്തായി? ഫാറ്റായി. ലിക്വിഡ് ഫോമിൽ നിൽക്കുകയാണെങ്കിൽ അതെന്തായി? ഓയിലായി. അത് ഒരു ഫിസിക്കൽ നേച്ചറിലുള്ള ഡിഫറൻസ് മാത്രമാണ്. കെമിക്കൽ കോമ്പിനേഷനിൽ വളരെ കുറഞ്ഞ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വാക്സ് എന്ന് പറയുന്നത് ഇവിടെ പോളിഹൈഡ്രോക്സി ആൽക്കഹോൾ ആയിരിക്കും. ഓക്കെ, പോളിഹൈഡ്രോക്സി ആയിരിക്കും. വാക്സിലാവുമ്പോൾ മോണോ ഹൈഡ്രോക്സി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫാറ്റി ആസിഡ്സിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ റീജിയനിൽ മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് വാക്സ് എന്ന് പറയുന്നത്. യാതൊരു ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ലാത്ത ഒരു ലിപ്പിഡ് കമ്പോണന്റ് ആണ് വാക്സ് എന്ന് പറയുന്നത്. അതിന് ട്രൂ വാക്സ് ഉണ്ട്, അതുപോലെ തന്നെ വാക്സ് ലൈക്ക് കമ്പോണൻസ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. നൗ കോംപ്ലക്സ്, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും കേട്ടോ. അപ്പൊ ഞാനൊരു ഔട്ട്ലൈൻ മാത്രം പറയുന്നത് കൊണ്ടാണ് വളരെ ഷോർട്ടാക്കി പറയുന്നത്. സോ കോംപ്ലക്സ് ലിപ്പിഡിലേക്ക് നോക്കുകയാണെങ്കിൽ, കോംപ്ലക്സ് ലിപ്പിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നോർമൽ സിമ്പിൾ ലിപ്പിഡിലേക്ക് അതിന്റെ കമ്പോണന്റ് അല്ലാത്ത ഒരു എക്സ്ട്രാ കെമിക്കൽ കമ്പോണന്റ് ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ലിപ്പിഡ് എന്ന് പറയുന്നത്. അതിന്റെ കാറ്റഗറൈസേഷനിൽ നമുക്ക് ഫോസ്ഫോ ലിപ്പിഡിൽ പെടുത്താം. ഫോസ്ഫോ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഗ്ലൈക്കോ ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ലിപ്പോ പ്രോട്ടീൻ, പ്രോട്ടീൻ ലിപ്പിഡിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതർ എന്ന് വെച്ചാൽ സൾഫർ മിക്സ് ചെയ്തിട്ടുണ്ട്, സൾഫമിനോ ലിപ്പിഡ് എന്ന് പറയാം. ഫോസ്ഫോലിപ്പിഡിന് തന്നെ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്പിഞ്ചോ ലിപ്പിഡ് ഉണ്ട്. സ്പിഞ്ചോ ലിപ്പിഡ് എന്ന് പറയുന്നത് ഗ്ലിസറോൾ എന്ന് പറയുന്ന ഒരു പോളിഹൈഡ്രോക്സി ആൽക്കഹോൾ ആണ്. ഓക്കെ, അത് കൂടുമ്പോൾ അതിലേക്ക് ഫോസ്ഫോലിക് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയാം. ഇവിടെ ഗ്ലിസറോളിന് പകരമായിട്ട് സ്പിഞ്ചോസൈൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സ്പിഞ്ചോസൈൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ വെച്ചിട്ട് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ലിപ്പിഡ് ആണ് നമ്മൾ സ്പിഞ്ചോ ലിപ്പിഡ് എന്ന് പറയാം. ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവേ, പേടിക്കണ്ട. ഓക്കെ, നൗ അടുത്ത കാറ്റഗറി ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ലിപ്പിഡ് കൊളസ്ട്രോൾ വരും. നേരത്തെ പറഞ്ഞ നമ്മൾ ഫംഗ്ഷന്റെ സമയത്ത് മെൻഷൻ ചെയ്ത പ്രോസ്റ്റാഗ്ലാൻഡിൻ വരും, ഈക്കോസനോയിഡ്സ് വരും, ടെർപിനോയിഡ്സ് വരും. ഓക്കെ, ഇതൊക്കെയാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലിപ്പിഡിന്റെ സ്ട്രക്ചർ അല്ല, മറിച്ച് വേറൊരു സ്ട്രക്ചറിലായിരിക്കും അത് ഉണ്ടാവുക. അത് ആക്ച്വലി ഫോം ചെയ്തേക്കുന്നത് സിമ്പിൾ ലിപ്പിഡ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഔട്ട്ലൈൻ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ് ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല എഴുതേണ്ടത്. ഞാൻ ഈ പറഞ്ഞ എന്താണ്? ജനറൽ ഔട്ട്ലൈൻ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത വരുന്ന ലെസൺസിൽ ഇവ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 10 മാർക്കിനാ ചോദിച്ചാണെങ്കിൽ കണ്ടന്റ് 10 മാർക്കിന്റെ കണ്ടന്റ് എഴുതുക. അതുപോലെ 5 മാർക്കിനാ ചോദിച്ചാണെങ്കിൽ കണ്ടന്റ് കുറച്ച് എഴുതുക. പക്ഷേ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് രണ്ടിനും ഈ പറയുന്ന ഔട്ട്ലൈൻ ആയിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്താൽ മതി. ഇത് അജയ്കുമാർ സാറിന്റെ ബയോകെമിസ്ട്രി ബുക്കിലുള്ള ഫ്ലോ ചാർട്ടാണ്. അപ്പൊ ഞാൻ അജയ്കുമാർ സാറിന്റെ ബുക്കോ അല്ലെങ്കിൽ ഭാസ്കരൻ സാറിന്റെ ബുക്കോ വെച്ചിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. കാരണം വലിയ ബുക്കുകളിലേക്ക് ലെനിഞ്ചറിലേക്കോ സ്ട്രെയറിലേക്കോ ഒന്നും പോകേണ്ട നമുക്ക് ആവശ്യമില്ല, നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് എന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം ആ ഒരു ഔട്ട്ലൈൻ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണിത്. അപ്പം ഇത് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ 5 മാർക്കിനായാലും 10 മാർക്കിനായാലും ആൻസർ എഴുതേണ്ടത്. 2 ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 2 മാർക്കിന് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഡിഫറൻഷിയേറ്റ് ഫാറ്റ്സ് ആൻഡ് ഓയിൽ. Okay, differentiate true wax and wax-like component, differentiate phospho and glycolipids, differentiate glycerophospholipid and spingophospholipid,
അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് നോട്ട് വരാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്താണ് ഫാറ്റ്, എന്താണ് വാക്സ്, അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാം. അപ്പം 2 മാർക്കിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കൊളസ്ട്രോളിൻ്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കമ്പോണൻസ് ആയിട്ടുള്ള 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. 5 മാർക്കിന് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ് ആയിട്ടോ അല്ലെങ്കിൽ 10 മാർക്കിനോ സെയിം ക്വസ്റ്റ്യൻ വരാം. ഇനി സിമ്പിൾ ലിപ്പിഡ് മാത്രം ചിലപ്പോൾ 5 മാർക്കിന് ചോദിച്ചേക്കാം, കോംപ്ലക്സ് ലിപ്പിഡ് മാത്രം 5 മാർക്കിന് ചോദിച്ചേക്കാം, ഡിറൈവ്ഡ് ലിപ്പിഡ് മാത്രം 5 മാർക്കിന് ചോദിച്ചേക്കാം. ഇങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. എനിവേ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതാണ് എന്നത് മനസ്സിലാക്കിയാൽ മതി.